واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى. കേൾക്കടോ മുസ്ലിമേ, സൂറത്ത് ത്വാഹയാണ്. ആർക്ക് വേണമെങ്കിലും അവസാനത്തെ പേജ് എടുത്തു നോക്കാം. അല്ലാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ അല്ലാഹു പറയുന്നു രണ്ട് പ്രതിഫലം തരാ, രണ്ട് പ്രതിഫലം തരാ. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹു പറയുകയാ, വഅ്മുർ അഖിലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ لا نسألك رزقا نحن نرزقك. അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? 5 നേരം ആര് നിസ്കരിക്കുന്നുണ്ടോ ആ നിസ്കരിക്കുന്നവൻ അല്ല പറയുകയാ, ലാ നസ്അലുക റിസ്ഖ, നീയല്ല ഭക്ഷണം ഉണ്ടാക്കുന്നവൻ, നീയല്ല, ഞാനാ റബ്ബ്, ഞാനാ റാസിഖ്, ഞാൻ തരും മരിക്കുന്ന കാലം വരെ ഭക്ഷണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആര് തരും ഭക്ഷണം? ആര് തരും ഭക്ഷണം? അങ്ങനെ ഖുർആനി വിശ്വാസം ഉണ്ടോ? ഉണ്ട്. അല്ല പറഞ്ഞ അങ്ങനെ വാക്ക് പാലിക്കോ? പാലിക്ക. അപ്പൊ അല്ല പറയുകയാ, മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാം. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നിസ്കരിക്കണം. നിസ്കരിക്കുന്നുണ്ടോ? നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ, ഇല്ലാന്ന് ഞാൻ പറയില്ല. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളൊക്കെ 5 നിക്കത്ത് നിസ്കരിക്കുന്നവരാ. ഈ പെണ്ണുങ്ങൾ നിസ്കരിക്കും, നിങ്ങളും നിസ്കരിക്കും. പക്ഷെ സമയത്ത് നിസ്കരിക്കൂ? അതില്ല. നിസ്കരിക്കും, സമയത്ത് നിസ്കരിക്കൂല. അങ്ങനെ ആമിനാത്ത ളുഹർ നിസ്കരിക്കുന്ന എപ്പോഴാ? 12:30 പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കും. നീ മീൻ വെട്ടിക്കൊണ്ടിരിക്കും. നീ ചോറ് വെക്കണം, കറി വെക്കണം, തോരൻ വെക്കണം, മീൻകറി വെക്കണം. എല്ലാം കഴിഞ്ഞു കുളിച്ചൊരുങ്ങി 2:45 ഒരു പോക്കുണ്ട് ളുഹർ നിസ്കരിക്കാൻ. ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. പിന്നെന്തിനാ ആമിന അല്ല സമയം നിശ്ചയിച്ചിരിക്കണേ? നിനക്ക് തോന്നുമ്പോ നിസ്കരിച്ചാ പോരെ? فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراعون ويمنعون الماعون. വൈലെന്ന് പറയുന്ന നരകം നിസ്കരിക്കാത്തവനല്ല, നിന്നെ പോലെ നിസ്കരിക്കുന്നവർക്കാ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹു കാക്കുമാറാകട്ടെ. 7 വയസ്സുള്ളവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ അടിക്കണം. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ഏതെങ്കിലും ഒരു താത്ത ഉണ്ടെങ്കിൽ കൈപൊക്കിക്കേ. സീറ്റ് വീഴാതെ നോക്കിക്കോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നിട്ട് എന്ത് വേണം? ഭക്ഷണം വേണം. കിട്ടും, അല്ല തരും. ഞാൻ വെറുതെ പറഞ്ഞതല്ല, തരുമെന്ന് പറഞ്ഞാൽ അല്ല തരും. തരുമെന്ന് പറഞ്ഞാൽ അല്ലാഹു തരും. പടച്ചവനെ വാക്കുപാലിക്കുന്നവനാ. അല്ലാഹു തരുവടോ ഭക്ഷണം. നിങ്ങൾക്ക് ചരിത്രം വേണോ? നീയൊക്കെ മനസ്സുകൊണ്ട് പോലും വിചാരിക്കാത്ത വഴിയിലൂടെ അല്ലാഹു ഭക്ഷണം തരുമടോ. മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു, ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ മുസ്ലിമായതിന്റെ പേരിൽ പിടിച്ചുകൊണ്ട് വരികയാണ്. മുസ്ലിമായതിന്റെ പേരിൽ പിടിച്ചുകൊണ്ട് വരികയാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഹുബൈബേ, മതം മാറണം ഹുബൈബ്, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങളുടെ കൊന്നുകളയുമടാ ഹുബൈബ്. ഹുബൈബ് എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാർ അവിടെ നിന്ന് പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല. അവര് പറഞ്ഞു, എന്തിനാ ചെറുപ്പത്തിലെ ചത്തുപോകുന്നത്? നീ ഞങ്ങളുടെ കൂട്ടുകാരനാട്. എടാ, നിന്നെ ഞങ്ങൾ വെറുതെ വിടാ. നീ മുഹമ്മദിന് ഒരു ചീത്ത പറയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, എന്ത് ചെയ്തിട്ടും ഹുബൈബ് തങ്ങൾ തയ്യാറാകുന്നില്ല.
അങ്ങനെ എല്ലാവരും പറഞ്ഞ് ഇവനെ തൂക്കിലേറ്റണം, ഈ ഹുബൈബിനെ പരസ്യമായി തൂക്കിക്കൊല്ലണം. പടച്ചവനെ എല്ലാവരും തീരുമാനമെടുത്തു. ഹുബൈബ് റളിയല്ലാഹു തആല ഇവനെ ജയിലറയിൽ കൊണ്ടുപോയി അടച്ചിടുകയാണ്. ഇവന് കഴിക്കാൻ ഭക്ഷണം കൊടുക്കരുത്, ഇവന് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം കൊടുക്കരുത്. ഹുബൈബിന്റെ കണ്ണിന്റെ മുമ്പിൽ കഴുകുമരം റെഡിയാക്കുകയാ. ഹുബൈബ് തങ്ങൾ ജയിലിനകത്ത് കിടക്കുകയാണ്. കഴിക്കാൻ ഭക്ഷണം കൊടുക്കുന്നില്ല, കുടിക്കാൻ വെള്ളം കൊടുക്കുന്നില്ല. ഹുബൈബ് തങ്ങൾ പട്ടിണിയിലാണ്. പടച്ചവനെ തൂക്കുകയറ് റെഡിയാവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ ശത്രുവിന്റെ ചെറിയ മകളുണ്ടല്ലോ, അവിടത്തെ ഏറ്റവും വലിയ ശത്രുക്കളുടെ നേതാവിന്റെ പൊന്നുമോള് അതാ ഇങ്ങനെ വീടിന്റെ റൂമിനകത്ത് നിന്ന് ഇറങ്ങുകയാണ്. ഇഴഞ്ഞ് നടന്ന് ഹുബൈബ് തങ്ങളുടെ ജയിലിനകത്ത് കടന്നു ചെല്ലുകയാ. ആർക്ക് വേണമെങ്കിലും ചരിത്രം വായിക്കാം. ഹുബൈബ് തങ്ങളുടെ ജയിലിനകത്തേക്ക് പാല് കുടിക്കുന്ന കുഞ്ഞ് കടന്നു പോവുകയാ. ഹുബൈബ് തങ്ങളുടെ കുഞ്ഞിനെ എടുത്തു മടിയിൽ വെച്ചു. ഹുബൈബ് തങ്ങളുടെ കുഞ്ഞിനെ എടുത്തു മടിയിൽ വെച്ചു. മാതാവ് കുഞ്ഞിനെ കാണാതെ ഓടി വരികയാണ്. തന്റെ പൊന്നാര മകളെ കാണാതെ വന്നപ്പോ ഉമ്മ ഓടി വരികയാ. ഓടി ചെന്ന് നോക്കുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിയിൽ കുഞ്ഞിരിക്കുകയാണ്. ഹുബൈബ് തങ്ങൾ നഖം വെട്ടുകയാണ്, കത്തി കൊണ്ട് നഖം വെട്ടുകയാണ്. ശത്രുവിന്റെ മകള് തന്റെ കാലിന്റെ മുകളിൽ ഇരിക്കുകയാ. പെണ്ണ് പേടിച്ചു പോയി, പെണ്ണ് പൊടിച്ചു പോയി. അവസാന ഹുബൈബ് തങ്ങളുടെ ജയിലിനകത്തേക്ക് കയറി ചെല്ലുകയാണ്. ആ പെണ്ണ് പറയുകയാ, തന്റെ ചെറിയ മകളെ എടുക്കാൻ ചെല്ലുമ്പോ ആ പെണ്ണ് കാണുന്ന കാഴ്ച എന്തെന്നറിയോ? ഹുബൈബ് തങ്ങൾ മുന്തിരി തിന്നുകയാ. ആ പെണ്ണ് പറയുകയാണ്, ആ നാട്ടിൽ മുന്തിരി കിട്ടാത്ത സമയത്ത്, ആ നാട്ടിൽ പോലും പഴങ്ങൾ കിട്ടാത്ത സമയത്ത് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ജയിലറയ്ക്കകത്തിരുന്ന് മുന്തിരി തിന്നുകയാ. ഹുബൈബിന്റെ മുമ്പില് മുന്തിരി ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ആ പെണ്ണവിടുന്ന് ചരിത്രത്തിൽ പഠിപ്പിക്കുമ്പോ, നാട്ടിൽ പോലും ആ മക്കയിൽ പോലും മുന്തിരി കിട്ടാത്ത സമയത്ത് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ ജയിലറയ്ക്കകത്ത് അടച്ചിട്ടിരിക്കുന്ന ഹുബൈബ്, ആ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ കഴിക്കാനുള്ള ഭക്ഷണം ഇരിക്കുന്നുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാ അല്ലാഹ്, ഇതാണ് അല്ലാഹ്. അല്ലാഹ് തരുമെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവർ റിസ്ക് തരുമെന്ന് പറഞ്ഞാൽ റബ്ബ് തരും. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഏതെങ്കിലും ഒരു മനുഷ്യൻ 5 വഖ്ത് നിസ്കരിക്കുകയാണെങ്കിൽ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹു പറയുകയാ, അവനും അവന്റെ കുടുംബത്തിനും മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു കൊടുക്കും. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രതിഫലം കൂടെ ഉണ്ട്, പറഞ്ഞുതരട്ടെ? വേണോ വേണ്ടേ? 10 മണിയായി. ഞാൻ എത്രയ്ക്ക് നിർത്താന്നാ പറഞ്ഞു? 10:30 ഓർമ്മയുണ്ടില്ലേടാ? ശരി, ഒരു പ്രതിഫലം കൂടെ അല്ലാഹു പറയുകയാ, വൽ ആഖിബത്തു ലിത്തഖ്വ. പൊന്നാര ചങ്ങാതിമാരെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗം കണ്ട് വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ? അല്ലാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അല്ലാഹു പറയുകയാ, നിങ്ങളിൽ ആർക്കാ നല്ല മരണം വേണ്ടത്? നിങ്ങൾ പറയുമല്ലോ, ഉസ്താദെ എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ചയാ, എന്റെ ഉമ്മ മരിച്ചത് 27-ാം രാവിലെ. നിന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ചാൽ നിനക്ക് എന്ത് കിട്ടും ആമിനാത്ത? നിനക്കൊന്നും കിട്ടുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടൂല. അൽഹംദുലില്ലാ, ഇവരുടെയൊക്കെ ഉസ്താദിന്റെ കാര്യം പറഞ്ഞു അല്ലേ? ഉസ്താദില്ല, ഞങ്ങളുടെ ഉസ്താദിലെ മരണപ്പെട്ടു പോയ അല്ലേ ഇമാം ഉസ്താദ്. അല്ലാഹു ഇവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ഇവിടുത്തെ ഖബറിനെ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അവരൊക്കെ മരിച്ചത് നിങ്ങൾ കണ്ടവരല്ലേ? അവരുടെയൊക്കെ മുഖത്തെ പ്രകാശം കണ്ടതല്ലേ? നമുക്കും അങ്ങനെ മരിക്കണ്ടേ? അല്ലാഹു പറയുകയാ, എനിക്ക് ആരും പൈസ തരണ്ട, ഞാൻ തരാം നല്ല മരണം. നിങ്ങളിൽ ആർക്കാടോ നല്ല മരണം വേണ്ടത്? ഞാൻ തരാം. എന്ത് ചെയ്താ മതി? നിസ്കരിച്ചാ മതി. 5 വഖ്ത് നിസ്കരിക്കും. നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടില്ലേ? ഇത്രയും ആൾക്കാർ എങ്ങനെയാ ഈ മനുഷ്യൻ, ഈ സാധുവിന് എങ്ങനെ വെള്ളിയാഴ്ച മരിക്കാൻ പറ്റി? ഇത്രയും ഉമ്മമാര് വെള്ളിയാഴ്ച ദിവസം മരിച്ചവരില്ലേ? അല്ലാഹു
ഷഹീദിന്റെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു പറയുകയാ, ആർക്കാ നല്ല മരണം വേണ്ടത്? ഞാൻ തരാം. ഈ നല്ല മരണം എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടുവോ? വെറുതെ കിട്ടുമോ ചങ്ങാതി? ഇല്ല. അള്ളാഹു പറയുകയാ, നീ 5 നേരം നിസ്കരിക്കുകയാണെങ്കിൽ ഞാൻ തരാം നല്ല മരണം. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നൽകുമാറാകട്ടെ. എന്താ നല്ല മരണം എന്ന് പറഞ്ഞാൽ? നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്കറിയാം നല്ല മരണം? ഞാനൊരു നല്ല മരണം പറഞ്ഞു തരാം. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. കഴുകുമരം റെഡിയായി. തൂക്കുകയറിലേക്ക് കയറ്റുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഹുബൈബിനോട് ചോദിച്ചു, നിന്റെ അവസാനത്തെ അഭിലാഷം എന്താ? നിന്റെ അവസാനത്തെ മോഹമെന്താ? ഹുബൈബ് തങ്ങൾ ചോദിച്ചു, ഞാൻ പറഞ്ഞ സാധിപ്പിച്ചു തരുമോ? ശത്രുക്കൾ പറഞ്ഞു, നീ എന്തു പറഞ്ഞാലും സാധിപ്പിച്ചു തരും. അവര് വിചാരിച്ചു ജീ വെറുതെ വിടണമെന്ന് പറയുമെന്ന്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ താൻ സമ്മതിച്ചാൽ മതി. എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. ശത്രുക്കൾ അനുവാദം കൊടുത്തു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഓടിച്ചെന്ന് ഒളുവെടുത്തു പെട്ടെന്ന് 2 റക്അത്ത് നിസ്കരിച്ചു. സുജൂദിൽ വീണു. എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, എപ്പോഴും നിസ്കരിക്കുമ്പോ വലിയ സൂറത്താ ഓതാറ്, ഇന്ന് ചെറുതാ ഓതിയത്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. അല്ലാഹ്, എന്റെ നിസ്കാരം നീണ്ടുപോയാൽ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. അല്ലാഹ്, എന്റെ വലിയ സൂറത്ത് ഓതികെട്ട് നിസ്കാരം നീട്ടിയാൽ ഇവന്മാര് പറയും മരിക്കാൻ പേടിയാ ഹുബൈബിന്, അതുകൊണ്ടാ ഇവ അങ്ങനെ കിടക്കുന്നത് എന്നിവര് പരിഹസിക്കും. അല്ലാഹുവേ, ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? അല്ലാഹുവേ, ഹുബൈബ് തങ്ങൾ അല്ലാഹുവോട് സങ്കടം പറയുകയാ. മരിക്കാനുള്ള പേടി കാരണമല്ല, ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിച്ചതിന് സങ്കടം പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരം കഴിഞ്ഞോ? ഹുബൈബ് തങ്ങൾ ശത്രുക്കള് പൊയ്യിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ്. കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറ്റി. ശത്രുക്കള് പറഞ്ഞു, ഹുബൈബിന്റെ മുഖം ഞങ്ങൾക്ക് കാണണം, മുഖം മറയ്ക്കണ്ട. ഹുബൈബ് തങ്ങളുടെ മുഖം മറച്ചില്ല. കയ്യും കാലും കെട്ടുകയാണ്. കൈകാലുകൾ കെട്ടി, കഴുത്തില് കയറിട്ടു. ഹുബൈബ് തങ്ങളുടെ കഴുത്തില് കയറിട്ടിട്ട് മുറുക്കുകയാ. അപ്പൊ ശത്രുക്കള് ചോദിക്കുന്നു, ഹുബൈബേ, ഇനിയെങ്കിലും പറയടാ, ഇനിയെങ്കിലും പറയടാ, മതം മാറുവോ? പഴയ മതത്തിലേക്ക് വരുമോ? ഹുബൈബ് തങ്ങൾ പറഞ്ഞു, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മതം മാറൂല. ശത്രുക്കൾക്ക് ദേഷ്യമായി കുന്തമെടുത്തു കൊണ്ടുവന്നിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിലും വയറ്റിലും കുത്തിയിറക്കുകയാ. പച്ച ഇറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാണ്. ഹുബൈബ് തങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല, കരയുകയാണ്. പച്ച ഇറച്ചി വലിച്ചെടുക്കുമ്പോ ഹുബൈബ് തങ്ങളെ വേദന സഹിക്കാൻ കഴിയാതെ കഴുകുമരത്തിൽ കിടന്ന് പിടയുകയാ. താഴെ നിന്ന് കളിയാക്കുകയാണ്, താഴെ നിന്ന് പരിഹസിക്കുകയാ. ഹുബൈബിനെ കണ്ടിട്ട് അവര് കളിക്കുകയാ, ചിരിക്കുകയാ. ഹുബൈബ് തങ്ങള് കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ കഴുത്തിൽ കയറ് മുറുക്കുമ്പോ അതാ വരികയാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبصروا بالجنة. തങ്ങളുടെ മുമ്പിലേക്ക് മലക്കുകൾ ഇറങ്ങി വരികയാണ്. അല്ലാഹുവേ, കഴുകുമരത്തിൽ കിടന്ന ഹുബൈബിനോട് മലക്കുകൾ ചോദിക്കുകയാ, എന്തിനാ ഹുബൈബേ കരയുന്നത്? എന്തിനാ പേടിക്കുന്നത്? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. മലക്കുകൾ അവിടുന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് മലക്കുകൾ പറയുന്നു, ഹുബൈബേ, വിളിച്ചു പറയടാ, വിളിച്ചു പറയടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിസ്കരിക്കുന്ന വാപ്പാ, നിസ്കരിക്കുന്ന ഉമ്മമാരെ, നിനക്ക് ശഹാദത്ത് കലിമ പറഞ്ഞു തരാൻ ആള് വേണ്ട.
നിന്റെ വാപ്പയോ നിന്റെ ഉമ്മയോ നിന്റെ ഭർത്താവോ നിന്റെ മക്കളോ നിന്റെ കൂടപ്പറപ്പോ നിന്റെ കുടുംബക്കാരോ വേണ്ട. ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് കഴുകുമരത്തിൽ കടന്ന് മരണവെപ്രാളത്തിൽ പിടയുമ്പോ മലക്കുകൾ പറയുന്നു, പറയടാ ഹുബൈബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറക്കെ പറയടാ ഹുബൈബേ. സിറാജ് വെറുതെ പറഞ്ഞതല്ല, അള്ളാന്റെ ഖുർആനാടോ പറഞ്ഞത്. മരിക്കാൻ കിടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ പറയുകയാ, ഞാൻ നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരനാ. പറവാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹുബൈബ് തങ്ങളെ സകാദത്ത് കലിമ വിളിച്ചു പറയുകയാണ്. കണ്ണു തള്ളിയടോ. അതുവരെ സന്തോഷിച്ചു കൊണ്ടിരുന്നവന്മാര്, ഹുബൈബിനെ കളിയാക്കിക്കൊണ്ടിരുന്നവന്മാര്, അവരുടെ കണ്ണ് തെള്ളുകയാ. സകാദത്ത് കലിമ വിളിച്ചു പറഞ്ഞപ്പോ അവരുടെ ഹൃദയത്തിൽ ഇടിത്തീ വീണതുപോലെ ഭയന്നു പോയടോ. ചിരിക്കടാ ഹുബൈബേ, ചിരിക്കടാ ഹുബൈബേ, നിന്നെ കളിയാക്കിയവന്മാരുടെ മുഖത്ത് നോക്കി ചിരിക്കടാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ടവര്, കഴുകുമരത്തിൽ തൂങ്ങിക്കിടന്നപ്പോ കണ്ണ് തള്ളിയില്ല, വായിലൂടെ പതയും നുരയും വന്നില്ല, നാവ് കടിച്ചു പിടിച്ചില്ല, മലമൂത്ര വിസർജനം നടത്തിയില്ല. കഴുകുമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഹുബൈബിനെ കാണാ തിരക്കായിരുന്നടോ. ഒരു മനുഷ്യൻ പറയുകയാ, ഞാൻ മുസ്ലിമായത് ഹുബൈബിന്റെ ചിരി കണ്ടട്ടാ. ഹുബൈബിന്റെ ചിരി കണ്ടട്ടാ ഞാൻ മുസ്ലിമായത്. പടച്ചവനെ ചിരിക്കുകയാണ്. അല്ലാഹുവേ, ഹുബൈബ് കിബിലയുടെ നേരെ തല വെച്ചു. ശത്രുക്കൾ പറഞ്ഞു, തല തിരിച്ചു വെക്ക്. അവൻ അങ്ങനെ കടന്ന് ചാകണ്ട, തല തിരിച്ചു വെക്കാൻ പറഞ്ഞു. എത്ര ശ്രമിച്ചിട്ടും ഹുബൈബിന്റെ തല തിരിഞ്ഞില്ല. അള്ളാന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ നേരെ തലയും വെച്ച് അല്ലാഹ് ശഹാദത്ത് കലിമ വിളിച്ചു പറഞ്ഞു. ചിരിക്കുന്ന മുഖത്തോടെ ഹുബൈബ് ഷഹീദാവുകയാ. പെങ്ങളെ, മരണമെന്ന് പറഞ്ഞാൽ ഇതാ, ഇതിനാണ് മരണമെന്ന് പറയുന്നത്. ശത്രുക്കൾ പറഞ്ഞു, പുഴുത്തു നാറട്ടെ, ഇവന്റെ ശരീരം അടിക്കാൻ അനുവദിക്കരുത്, മുഹമ്മദിന് അനുയായികൾക്കും കൊടുക്കരുത്. ഹുബൈബിന്റെ ശരീരം അവിടെ തൂക്കിയിട്ടിരിക്കുകയാണ്, കാവല് നിൽക്കുകയാണ്. ശത്രുക്കൾ കാവല് നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നിബിതങ്ങൾക്ക് സങ്കടമായി, നിബിതങ്ങൾക്ക് സങ്കടമായി. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, സ്വഹാബാ, ആരാ എന്റെ ഹുബൈബിന്റെ ജനാസ കബറടക്കുന്നതാരാ? സഹോദരാ, ഇന്നും മദീനത്ത് പോകുമ്പോ കാണാമല്ലോ, ഖുർആൻ പ്രസിൽ പോകുമ്പോ കാണാമല്ലോ, ഹുബൈബ് തങ്ങളുടെ ജനാസ തൂക്കിയിട്ടിരുന്ന ആ മലമുകൾ നിങ്ങൾക്ക് കാണാമല്ലോ. അവിടെ തൂക്കിയിട്ടിരിക്കുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, ആര് പോകും? ഒരു ചെറുപ്പക്കാരൻ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ഞാൻ പോകാ നബിയേ. ഹുബൈബിന്റെ ജനാസ ഞാൻ കബറടക്കാൻ നബിയേ. നബി തങ്ങൾ അനുവാദം കൊടുത്തു. അവിടുന്ന് പോവുകയാണ്, അവിടുന്ന് പോവുകയാണ്. ആ ചെറുപ്പക്കാരൻ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? ശത്രുക്കൾ മുഴുവനും കള്ള് കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാവല് നിൽക്കുന്നവർ മുഴുവനും കള്ള് കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ്, അവൾ ഓടി വരികയാണ്. ശത്രുക്കളുടെ ഭാഗത്തേക്ക് ഓടി വരികയാണ്. അവിടുന്ന് ചോദിക്കുന്ന, ഹുബൈബിന്റെ തലയെവിടെ? ഹുബൈബിന്റെ തലയെവിടെ? എന്തിനാ പെണ്ണ് ഈ ചത്ത് കിടക്കുന്ന ഹുബൈബിന്റെ തല നിനക്കെന്തിനാ? ഈ പുഴുത്ത് നാറിക്കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ? ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഹുബൈബിന്റെ തല വെട്ടി പൊളിച്ച് തലച്ചോറെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് അവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാനാ. ഹുബൈബിന്റെ തലയോട്ടിക്കകത്തെനിക്ക് കള്ളൊഴിച്ചു കുടിക്കണം ശപഥം ചെയ്തിട്ട് വന്നതാണ്. നിങ്ങളിലാരാ വെട്ടിത്തരുന്നത്? ഹുബൈബിന്റെ തല കൊണ്ട് എന്റെ കയ്യിൽ തന്നാ എന്റെ ശരീരം ഞാൻ പകരം തരാ. പെണ്ണിന്റെ ശരീരം കാണുമ്പോ അതാ
കള്ളു വലിച്ചെറിഞ്ഞു. അതാ അരയിൽ കിടന്ന വാള് വലിച്ചൂരി മഹാനായ ഹുബൈബ് തങ്ങളുടെ തലവട്ട ചെറുപ്പക്കാര് ഓടുമ്പോ സ്വഹാബി പറയുകയാ, ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. എന്തേ നടക്കുന്നതെന്ന് കാണാൻ. സുബ്ഹാനല്ലാഹ്, തലവട്ടാ പോയവന്മാര് മുഴുവനും ജീവനും കൊണ്ടോടുകയാ. എന്തേ സംഭവിച്ചതെന്നറിയില്ല. എല്ലാവരും ഓടുകയാണ്. ഒന്നും കാണാൻ കഴിയുന്നില്ല. കുറച്ചു സമയം കഴിഞ്ഞു. ഈന്തപ്പന മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഹുബൈബ് തങ്ങളുടെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്തേക്ക് സ്വഹാബി ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ജനാസ കാണുന്നില്ല. എന്തേ സംഭവിച്ചതെന്നറിയുന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, നബി തങ്ങളുടെ മുമ്പിലേക്ക് പോകുകയാണ്. നടന്നത്